തിരികെ എത്തുമ്പോൾ പുതുവത്സര ആഘോഷമൊക്കെ ഇന്നലെ രാത്രിയോടെ കഴിഞ്ഞു. പക്ഷേ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആഘോഷത്തിനിടെ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നൊന്നായി ഓരോ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്തു നിന്നുള്ളൊരു വിവരമാണ്. അവിടെ പുതുവത്സരാഘോഷത്തിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസും SFI പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് യാതൊരു കാരണവും കൂടാതെ മർദ്ദിച്ചെന്നാണ് SFIയുടെ പരാതി. DJ പാർട്ടിയെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകും. സിബി, എന്താണ് അവിടെ സംഭവിച്ചത്? SFI പ്രവർത്തകരുടെ പരാതി എന്താണ്? സൈഫു, SFI പ്രവർത്തകർ പറയുന്നത് തങ്ങളെ ഒരു കാരണവും കൂടാതെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ്. അതായത് ശംഖുമുഖത്ത് ഇന്നലെ ഒരു DJ പാർട്ടി പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. ഈ DJ പാർട്ടിയിൽ 2 മണിക്കൂറത്തേക്ക് ഈ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോ കോളേജിലെയും ചാക്ക ITയിലെയും വിദ്യാർത്ഥികളായ 3 പേർ, അവർ SFI പ്രവർത്തകരാണ്. അവർ 3 പേർ വോളണ്ടിയേഴ്സായി അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മണിക്കൂർ മാത്രം ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ജോലി ചെയ്യുന്ന ഇടയാണ് ഇത്തരത്തിൽ ഈ പോലീസ് മർദ്ദിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അവിടെ ആ DJ പാർട്ടി 12 മണി കഴിഞ്ഞിട്ടും നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ നിർത്താൻ തയ്യാറായില്ല. അതേ തുടർന്ന് സംഘർഷമുണ്ടാകുകയും ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുകയും ഈ ലാത്തി ചാർജ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് യാതൊരു കാരണവും ഇല്ലാതെയാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് SFIക്കാരും പറയുന്നു. മാത്രമല്ല ഇവർ പറയുന്നത് നേരത്തെ പേട്ട സ്റ്റേഷനിൽ വെച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചില പ്രശ്നമുണ്ടാകുകയും പിന്നീട് പേട്ട സ്റ്റേഷനിൽ നിന്നും ഇവരെ വലിയതുറ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ വൈരാഗ്യമാണ് ഇന്നലെ ഈ പുതുവത്സര ആഘോഷത്തിനിടെ ഇവർ തീർത്തത് എന്നുള്ളതാണ് SFIയുടെ ആരോപണം. എന്തായാലും SFI പ്രവർത്തകർക്ക് നല്ല രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. അവരുടെ ശരീരത്തെല്ലാം നിലയും വലിയ രീതിയിലുള്ള ഈ ലാത്തി ചാർജിന്റെ പാടുകൾ കാണാം. അതുമാത്രമല്ല ഇവരുടെ ഒരാളുടെ നട്ടലിന് ക്ഷതമുണ്ടെന്നും മറ്റൊരാളുടെ കൈയുടെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും ഇപ്പോൾ SFI പ്രവർത്തകർ പറയുന്നു. SFI പ്രവർത്തകരായ വഞ്ചൂർ SFI ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിനയ്, ആദർശ്, സുർജിത്ത്, ഈ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ആദർശനാണ് മാരകമായ പരിക്കേറ്റത്. ആ പരിക്കേറ്റ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി കാണുകയും ചെയ്യാൻ നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ SFI പ്രവർത്തകർ പറയുന്നത് ഇവർ മദ്യപിച്ചിട്ടില്ല. ഇവരെ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ച് ഇവരുടെ മെഡിക്കൽ ഉൾപ്പെടെ എല്ലാ നിലയും എടുക്കുകയും ഇവർ മദ്യപിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം ഡോക്ടർമാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഈ ശംഖുമുഖത്തെ ACP ഓഫീസിലേക്ക് ഇവർ മാർച്ച് നടത്തും, SFIയുടെ പ്രതിഷേധ മാർച്ചും നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് SFI പ്രവർത്തകർ.